സ്ക്രിപ്റ്റും ഡയലോഗ്സും ഒക്കെ ഭയങ്കര ഒരു ഡ്രാമാറ്റിക്കലായി പോയി. പിന്നെ നമ്മളെ ഇതില് നമുക്ക് ഇഷ്ടപ്പെടാത്തെന്ന് പറഞ്ഞാൽ 2 സൂപ്പർ സ്റ്റാറിൽ ഒരാൾ മരിക്കുന്നുണ്ട്. അത് മാത്രമേ ഞാൻ ആരെന്ന് പറയുന്നില്ല. അത് മാത്രം നമുക്ക് ഒട്ടും ഇഷ്ടമില്ല. പിന്നെ എനിക്ക് ഭയങ്കര ഒരു ആവറേജ് പടം. ഭയങ്കര ലാഗ് ഉണ്ടായിരുന്നു സിനിമ. ഭയങ്കര ലാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഹാഫ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളങ്ങ് ഉറങ്ങിപ്പോവും. ആ ഒരു കട്ടക്ക് ലാഗ് ഉണ്ടായിരുന്നു. പിന്നെ മമ്മൂട്ടിയുടെ ആ ഒരു ഫീല് നമുക്ക് അങ്ങോട്ട് വന്നില്ല. രണ്ടുപേരുടെയും പുതിയതായിട്ട് രണ്ടുപേരും വീണ്ടും ഒന്നിച്ചു ചേർന്നെങ്കിലും നമുക്ക് ആ ഒരു ഫീൽ വന്നിട്ടില്ല. സ്റ്റോറി വെറൈറ്റി ആയിട്ടൊന്നും ഇല്ലായിരുന്നു. പക്ഷെ എല്ലാം നമ്മൾ കണ്ട് തോന്നിയ സാധനം തന്നെയാണ്. പക്ഷെ സയന്റിഫിക് ആയിട്ട് കുറെ ഇൻബിൽഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒന്നും ഒത്തില്ല. എല്ലാം ഭയങ്കര ലാഗ് ആയിരുന്നു. കൊള്ളാം 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 അല്ല കൊള്ളാം കാണാൻ കൊള്ളാം കൊള്ളാം, നല്ല പടം. കൊള്ളാം 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 ഇഷ്ടപ്പെട്ടു. മോഹൻലാലിന്റെ റോള് നല്ലായിരുന്നു. പിന്നെ റിയലിസ്റ്റിക് രീതിയിലുള്ള ഇതാണ്. ഭയങ്കര പൈപ്പടം പ്രതീക്ഷിച്ചു പോരുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കൊള്ളാം കൊള്ളാം രണ്ടുപേരെ ഇഷ്ടമാണ്. രണ്ടുപേരെ ഇഷ്ടമാണ്. കഥയൊക്കെ ഈ IT ഫീൽഡിലുള്ളവർക്കാണ് കൂടുതൽ. നല്ല പടമായിരുന്നു. ഫഹത്തിന്റെ ആക്ടിങ് ഏറ്റവും ടോപ്പായിരുന്നു. നൈസ് ക്യാരക്ടർ എല്ലാം കൊള്ളുമായിരുന്നു. കൊള്ളാം, നല്ല കഥയാണ്. എല്ലാ വയസ്സും കൊള്ളാം. നന്നായിരുന്നു. രണ്ടുപേരും എല്ലാം സൂപ്പറായിരുന്നു. കൊള്ളായിരുന്നു. നൈസ് ആയിരുന്നു. പൊളിച്ചു. കൊള്ളാം. സൂപ്പർ 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 ആയിരുന്നു. ഒരു രക്ഷയില്ല. ഇഷ്ടപ്പെട്ടു. നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല പടമായിരുന്നു. എല്ലാം നല്ല അഭിനയിച്ചത്. എല്ലാരും കൊള്ളാം. എല്ലാരും കൊള്ളാം. നെഗറ്റീവ് അങ്ങനെയൊന്നുമില്ല. കൊള്ളാം. പടം കുഴപ്പമില്ല, കൊള്ളായിരുന്നു. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ഒരു ബിരുവാവർച്ചെന്ന് ഞാൻ പറയുള്ളൂ. എന്തായാലും വലിയതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അഭിനയമൊക്കെ നല്ലായിരുന്നു. പക്ഷെ സ്റ്റോറി ലൈൻ അത്ര പോരാ. ആ ലോജിക് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മൾ 2020 എക്സ്പെക്ട് ചെയ്താണ് പോയത്. ഇവരുടെ ഒരു ഇതായിട്ട് പോയത്. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നും അല്ല. അത്ര ഇതായിട്ട് വന്നില്ല. എന്തായാലും കൊള്ളാം. എല്ലാവരും കൊള്ളായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രാൻഡ് ഒന്നുമില്ല, എക്സ്ട്രാ ഓർഡിനറി അല്ല, പക്ഷെ കൊള്ളാം. കാണാനുള്ളതുണ്ട്. ഇറ്റ് വാസ് നൈസ് സീയിങ് ദം ടുഗദർ. കൊള്ളായിരുന്നു. സൂപ്പറായിരുന്നു. കൊള്ളായിരുന്നു. മമ്മൂക്ക സൂപ്പറായിരുന്നു. മമ്മൂക്ക ഫാനാണ്. കൊള്ളാം. അടിപൊളിയാണ്. മോഹൻലാലിന്റെ എൻട്രി നല്ലതാണ്. അടിപൊളിയാണ്. നല്ല രസമായിരുന്നു. അടിപൊളി. രണ്ടുപേരും എല്ലാരും കൊള്ളായിരുന്നു. നല്ല സൂപ്പർ. നൈസായിരുന്നു കേട്ടോ. ആവറേജ് കൊള്ളാം. സ്റ്റോറിയൊക്കെ നൈസാണ്. അടിപൊളിയാണ്. അതായത് എക്സ്പെക്ടേഷൻ്റെ ആ ലെവലുള്ളതില്ല. ബട്ട് കൊള്ളാം. ഹൈപ്പ് കൊടുത്തിറക്കുന്നതിന്റെ ഒരു ഇതാ. അല്ലാതെ പടം ഓവറോൾ കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം കൊള്ളാം. നല്ല പടമാണ്. അടിപൊളിയായിട്ട് തകർത്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പറായിരുന്നു. നല്ല കഥ അത്യാവശ്യം കൊള്ളായി. നെഗറ്റീവായിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. നല്ല പടമായി. അടിപൊളി അടിപൊളി അടിപൊളി. സൂപ്പർ സൂപ്പർ. രണ്ടാളും ഒരേപോലെ തൂക്കി. ഞങ്ങള് ഫാമിലി ആയിട്ടാ വന്നേ. എല്ലാ ജനറേഷനിലുള്ള ആൾക്കാരുണ്ട്. കുട്ടികൾ മുതൽ അച്ഛനമ്മ എല്ലാവരും ഉണ്ട്. എല്ലാം മെസ്സേജ് ഉണ്ട്. കൊള്ളാം കൊള്ളാം കൊള്ളാം. കുഴപ്പമില്ല കുഴപ്പമില്ല. സൂപ്പർ 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 സൂപ്പർ. എസ്പെഷ്യലി മോഹൻലാൽ വരുന്ന ഭാഗം നല്ല രസമുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. മോഹൻലാല്